Hi students, today we are discussing about decoders. We are already discussed full adder and half adder. Both are combinational circuits, and also decoders are also a combinational circuit. Decoders are mainly classified with binary decoder, 4-bit decoder, and BCD to decimal decoder and BCD to 7-segment decoder. Decoder is a combinational circuit that has n input lines and maximum of 2 raised to n output lines. One of these output will be active, high based on the combinational of input present. When the decoder is enabled, that means decoder at a particular code. The output of the decoder are nothing but the min terms of n input variables when it is enabled. ഒരു ഡീകോഡർ എന്ന് പറഞ്ഞാൽ n ഇൻപുട്ടുകൾ കൊടുത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 raised to n ഔട്ട്പുട്ട് ലൈൻസുകൾ കിട്ടുന്ന ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ് ഡീകോഡർ. ഈ ഡീകോഡർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു എനേബിൾ ലൈൻസ് ഉണ്ടാവും. ഈ എനേബിൾ ഓൺ ആവുന്ന സമയത്ത് മാത്രമാണ് ഈ ഡീകോഡിലൂടെ എന്താണ് നമ്മൾ ഡീകോഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. എനേബിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ഡീകോഡ് ചെയ്താലും അതിൻ്റെ റിസൾട്ട് വരില്ല. എനേബിൾ ആണെങ്കിലാണ് നമ്മൾ കൊടുക്കുന്ന ഡീകോഡർ കോമ്പിനേഷൻ എന്താണോ അല്ലെ ആ സർക്യൂട്ടിൽ നമ്മൾ എന്താണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ n ഇൻപുട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ 2 raised to n ഔട്ട്പുട്ട്സുകൾ നമുക്കതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സപ്പോസ് വി വാണ്ട് ടു നോ when a binary 1001 occurs on the input of the digit circuit, we can use a decoder for this function. Binary decoder, the output is 1 only when A01 A1 നമ്മളത് 1001 എന്നാണ് നമ്മളെ ഇൻപുട്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ ഡിസൈൻ ചെയ്യുന്നത് A1001 റൈറ്റ് സൈഡിൽ നിന്ന് നോക്കാം. നമുക്ക് LSB അല്ലേ, റൈറ്റ് സൈഡിൽ നിന്ന് നോക്കാം 1 ആണ്. അപ്പോൾ A01 A1 എന്നുള്ളത് 0 ആണ്, A2 എന്നുള്ളത് 0 ആണ്, A3 എന്നുള്ളത് 0 ആണ്. റൈറ്റ് സൈഡിൽ നിന്ന് നോക്കട്ടോ. ഓക്കെ, ഇതിൻ്റെ കോമ്പിനേഷൻ നമ്മൾ 0യും നമ്മൾ റെപ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബാറുകളാണ് അല്ലേ. A1 A2 എന്നുള്ളത് 0 ആണ്, അതുകൊണ്ട് അതിനെ നമ്മൾ നോട്ട് ഗേറ്റ് നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ A0 പാസ് ചെയ്യും, A1 പാസ് ചെയ്യുന്ന സമയം നോട്ടാക്കിയിട്ട് വിടും, A2 നോട്ടാക്കി വിടും, അതുപോലെ A3 ഒക്കെ ഇവിടെ ആൻഡ് ഗേറ്റിലൂടെ കടത്തി വിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യും. മനസ്സിലായോ? ദെൻ determine the logic required to decode the binary number 1011 by producing a high level on the output. LSB റൈറ്റ് മോസ്റ്റ് അല്ലേ, റൈറ്റ് സൈഡ് നമ്മൾ നോക്കേണ്ടത് A0 1 ആണ്, A1 1 ആണ്, A2 0 ആണ്, A3 1 ആണ്. റൈറ്റ് സൈഡിൽ നിന്ന് നോക്കട്ടോ, അതാണ് LSB. അപ്പോൾ അതിന് എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് വരും? അപ്പോൾ നമുക്ക് A3 A2 ഡാഷ് A1 A0 അത് നമ്മൾ എന്ത് ചെയ്യും, A2 എന്നുള്ളതിനെ നമ്മളൊരു നോട്ട് ഗേറ്റ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഇതിനെല്ലാം നമ്മളൊരു ആൻഡ് ഗേറ്റിലൂടെ കടത്തി വിടുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് നമ്മളെ, അല്ലെങ്കിൽ അതാണ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സിംഗിൾ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് 4-bit ഡീകോഡർ. 4-bit ഡീകോഡർ എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു ഡീകോഡ് ആൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് 4 bits 16 decoder gates are required അല്ലേ. 2 raised to n ആണ്, n ഇൻപുട്ടിന് 2 raised to n ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ n ഇൻപുട്ട്സ് എന്നാൽ 4 ഇൻപുട്ട് ആണെങ്കിൽ 2 raised to n 2 raised to 4 ഔട്ട്പുട്ട്സ് ലൈനുകൾ ഉണ്ടാവും. അപ്പോൾ 4 ഇൻപുട്ട് കൊടുക്കുമ്പോൾ 16 ഔട്ട്പുട്ട് ലൈൻസുകൾ ഉണ്ടാവും. ദിസ് ടൈപ്പ് ഓഫ് ഡീകോഡർ ഈസ് കോമൺലി കാൾഡ് ഐദർ 4 line to 16 line decoder because there are 4 inputs and 16 output is activated. If an
active low output is required for each decoder number. The entire decoder can be implemented with NAND gates and inverters. നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ലോ ഔട്ട്പുട്ട് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് നാൻഡ് ഗേറ്റുകളും ഇൻവെർട്ടേഴ്സുകളുമാണ്. ഇനി അതല്ല നമുക്ക് വേണ്ടത് ഹൈ ഔട്ട്പുട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആൻഡ് ഗേറ്റുകളാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഒരു ഡീകോഡർ അല്ലേ, 4x16 ലൈൻ ഡീകോഡറാണ് നമ്മളിവിടെ എടുക്കുന്നത്. ലോ ഔട്ട്പുട്ടാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ 4 ഇൻപുട്ട് ലൈൻസ് കൊടുക്കുന്നുണ്ടല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് 16 ഔട്ട്പുട്ട് ലൈൻസിൻ്റെ കോമ്പിനേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ A0, A1, A2, A3 4 ബൈനറി ഇൻപുട്സുകൾ, ഡീകോഡിങ് ഫംഗ്ഷനുകൾക്ക് അതുപോലെ തന്നെ ഔട്ട്പുട്സുകളുണ്ട്. ആദ്യത്തെ ലൈനകത്ത് 0 0 0 0 അല്ലേ, 4 വാല്യൂസും 0 ആണ്. അപ്പോൾ നമ്മൾ 0യിൽ നമ്മൾ 0 മാർക്ക് ചെയ്തു. അപ്പോൾ ലോ ഔട്ട്പുട്ട് 0 ആക്കി നമ്മൾ സെറ്റ് ചെയ്തു. ബാക്കിയുള്ളതെല്ലാം ഹൈ ആണ്, 0 മാത്രമാണ് അവിടെ 0 ഉള്ളത്. അടുത്ത ലൈനകത്ത് 0 0 0 1 നമ്മളെ ബൈനറി ഇൻപുട്സിനകത്ത് A0ക്ക് നമ്മൾ 1 എന്ന് കൊടുത്തു. അപ്പോൾ A0ക്ക് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, 1 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 1 എന്നുള്ള ബൈനറി അല്ലെങ്കിൽ 16ലേക്കല്ലേ മാറ്റുന്നത്. അപ്പോൾ 1 എന്നുള്ളതെടുത്ത് എന്ത് ചെയ്യും, നമ്മൾ 0 മാർക്ക് ചെയ്തു. അടുത്തതിൽ നമ്മൾ A1 എന്ന് പറഞ്ഞാൽ എന്താ, 2 ആണ് അല്ലേ. അപ്പോൾ A2 എന്നുള്ളടത്ത് നമ്മളൊന്ന് 0 മാർക്ക് ചെയ്തു. അങ്ങനെ ലോ ഇൻപുട്ടുകൾ നമ്മൾ മാർക്ക് ചെയ്തു. അവസാനം നമുക്ക് 1 1 1 1 1 1 1 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 15 ആണ്. 15 മുമ്പ് നമ്മൾ 15 നമ്മൾ എന്ത് ചെയ്തു, 0 മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതാണ് 4x16 ഡീകോഡേഴ്സ്. 4 ഇൻപുട്ട് കൊടുക്കുന്നു, അതിൻ്റെ 16 ടൈപ്സ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇത് ലോ ഔട്ട്പുട്ട് ആയതുകൊണ്ട് തന്നെ 0 നമ്മൾ മാർക്ക് ചെയ്തു. ബാക്കിയുള്ളതെല്ലാം ഹൈ ഔട്ട്പുട്ടുകളാണ്. ഇവിടെ നമുക്കൊന്നുകൂടി ക്ലിയർ ആക്കാം. 4-bit ഡീകോഡർ, ബൈനറി ഇൻപുട്സുകളുണ്ട്, അതുപോലെ തന്നെ ആക്റ്റീവ് ലോ ഔട്ട്പുട്സുകൾ, അതാണ് ബബിൾസൊക്കെ. A0, A1, A2, A3 അല്ലേ, 4 ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ A3 ഇവിടെ കൊടുക്കുന്നത് 0 1 1 0 ആണെങ്കിൽ, 0 1 1 0 ആണെങ്കിൽ ഈ 0 1 1 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക ശരിക്കും, A3 A2 A1 A0 അല്ലേ. ഇവിടെ അടിയിൽ നോക്കൂട്ടോ, 0 1 1 0 എന്ന് കണ്ടില്ലേ. അപ്പോൾ അവിടെ ഓക്കെ, ഇവിടെ നോക്കും. ഇതിൽ 4-bit ഡീകോഡർ അല്ലേ, ബൈനറി ഇൻപുട്സ്, അതുപോലെ തന്നെ ആക്റ്റീവ് ലോ ഔട്ട്പുട്സ്, ബബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്റ്റീവായിട്ടുള്ള ബബിൾസുകളാണ്, ഔട്ട്പുട്ടുകളാണ് കാണിക്കുന്നത്. ഇവിടെ A3 A2 A1 A0 അല്ലേ, ഏറ്റവും ബോട്ടത്തിലെ ലെഫ്റ്റ് സൈഡിൽ അവിടെ നമുക്കുള്ളത് 0 1 1 0 അല്ലേ. 0 1 1 0 എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ നമ്പേഴ്സ് എന്താ വരിക, കറസ്പോണ്ടിങ് നമ്പർ 6 ആണ് അല്ലേ. അപ്പോൾ 6 is ലോ ആണ് അവിടെ ഉള്ളത്. all other inputs are high. അപ്പോൾ 6 എന്തെയും ലോ ആയിരിക്കും, ബാക്കി എല്ലാം എന്തായിരിക്കും, ഹൈ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ 6ലായിരിക്കും നമുക്ക് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക, ബാക്കിയുള്ളതെല്ലാം ഹൈ ആയിരിക്കും. 6 എന്തായിരിക്കും, ലോ ആയിരിക്കും. യെസ്. ഇനി BCD to decimal decoder. The BCD to decimal decoder converts each BCD code 8421 അല്ലേ, 4 ബിറ്റ് വെച്ചിട്ട് നമുക്ക് ഡെസിമൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, into 1 of 10 possible decimal digit indicators അല്ല indications. ഈ frequently referred as 4 line to 10 line decoder or a 1 of 10 decoder. The method of implementation is the same as for 1 to 16. നമ്മൾ 1 to 16 ഉപയോഗിച്ച് അതേ മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് 1 to 16 പകരം 16 ലൈൻസ് ഉണ്ടാവില്ല, നമുക്ക് എത്ര വരെ ഉണ്ടാവുള്ളൂ, 0 to 9 വരെ ഉണ്ടാവുള്ളൂ. കാരണം ബൈനറിയിൽ എന്താ പറയുക, നമ്മൾ ഡെസിമലിലേക്കല്ലേ മാറ്റുന്നത്, അതുകൊണ്ട് തന്നെ 0 to 9 വരെ ഉണ്ടാവുള്ളൂ. A list of the 10 BCD calls and their corresponding decode functions given below. ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ ഡെസിമൽ നമ്പേഴ്സ് 0 to 9 വരെ, A3 A2 A1 A0 അല്ലേ, നേരത്തെ കൊടുത്ത 4 ബിറ്റുകൾ. ഡീകോഡിങ് ഫങ്ഷൻസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
4 സീറോ ആണെങ്കിൽ A0 ഡാഷ് A1 ഡാഷ് A2 ഡാഷ് A3 ഡാഷ്. അടുത്ത കേസിൽ 1 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? A0യിൽ 1 കൊടുക്കുന്നു, ബാക്കിയൊക്കെ 0 കൊടുക്കുന്നു, റെപ്രസെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ then each of these recording functions is implemented with an AND gate to provide a active low outputs. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നില്ലേ, ലോ ഔട്ട്പുട്ട്സ് കിട്ടണമെങ്കിൽ NAND ഗേറ്റ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻവെർട്ടേഴ്സ് ഉപയോഗിക്കാം നമുക്ക്. അതുപോലെ തന്നെ ഹൈ ഔട്ട്പുട്ട് കിട്ടുമെങ്കിൽ നമ്മൾ AND ഗേറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. ദിസ് ലോജിക് ഈസ് ഐഡൻറ്റിക്കൽ ടു ദാറ്റ് ദ ഫസ്റ്റ് 10 ഡീകോഡിംഗ് ഗേറ്റ്സ് ഇൻ 1 of 10 ഡീകോഡിംഗ് അല്ലേ. അതിൻ്റെ ആദ്യത്തെ ഒരു 0 to 9 വരെയുള്ള ഫസ്റ്റ് ടു 10 എന്താ പറയുക ഡീകോഡിംഗ് ഫങ്ഷൻസ് സെയിം ആണ്. എന്തിനോട് നമുക്ക് നമ്മുടെ 16 ലൈൻസ് വരുന്ന അതേ ഏകദേശം സെയിം തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. Then the BCD to 7 segment decoder. The BCD to 7 segment decoder accepts the BCD code on its input and provide outputs of 7 segment display device to produce a decimal output. ഇവിടെ നമുക്ക് 7 ഔട്ട്പുട്ട് എന്തേ ഉണ്ടാവുള്ളൂ? 7 സെഗ്മെൻറ്റിലേക്ക് മാത്രമേ മാറുള്ളൂ. നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് 1 to 16 ആണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് 1 to 10ലേക്ക് എന്താ പറയുക ഡെസിമലിലേക്ക് മാറാൻ പഠിച്ചു. അതേമാതിരി തന്നെ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് BCD to 7 സെഗ്മെൻറ്റ് ഡീകോഡർ. അപ്പോൾ 0 to 7 വരെ ആയിരിക്കും അതിൻ്റെ ബൈനറി നമ്പേഴ്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡീകോഡേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എൻകോഡേഴ്സ് ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.